യൂറോ കപ്പിൽ സ്പെയിനും ഇംഗ്ലണ്ടും നേർക്കുനേർ വരുമ്പോൾ ഫുട്ബോളിന്റെ ഭാവി താരങ്ങളായ രണ്ടുപേർ കൂടിയാണ് ഏറ്റുമുട്ടുന്നത്. യുവതാരങ്ങളായ സ്പെയിനിന്റെ ലാമിൻ യമാലും ഇംഗ്ലണ്ട് താരം ജൂഡ് ബെല്ലിംഗ്ഹാമും. ഇതിഹാസങ്ങളെ ഊതിയൊരുക്കിയെടുക്കുന്ന ബാഴ്സലോണയുടെ ലാമാസിയ അക്കാദമി നൽകിയ മറ്റൊരു കൗമാര വിസ്മയമാണ് ലാമിൻ യമാൽ. 2023 സെപ്റ്റംബറിൽ സ്പെയിനിനായി അരങ്ങേറ്റം കുറിച്ച യമാൽ ഇതിനോടകം സീനിയർ ടീമിൽ തന്റെ സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു. യൂറോയിൽ അരങ്ങേറുന്ന പ്രായം കുറഞ്ഞ താരമായി തുടക്കമിട്ട ലാമിൻ സെമിയിൽ ഗോൾ നേടിയതോടെ യൂറോ ചരിത്രത്തിലെ പ്രായം കുറഞ്ഞ ഗോൾ സ്കോററുമായി. ഇന്നലെ 17ാം പിറന്നാൾ ആഘോഷിച്ച ലാമിൻ കരിയറിലെ ആദ്യ മേജർ കിരീടത്തിനരികെയാണ്. ഈ യൂറോയിൽ സ്പാനിഷ് ടീമിന്റെ സമ്പൂർണ്ണ ആധിപത്യമാണ് ഫുട്ബോൾ ലോകം കണ്ടത്. 3 അസിസ്റ്റുകളും 1 ഗോളുമായി ആരാധകരുടെ മനം കവർന്നത് ഈ വണ്ടർ കിഡാണെന്ന കാര്യത്തിൽ തർക്കമില്ല. ടൂർണമെന്റിലെ മികച്ച യുവതാരത്തിനുള്ള പുരസ്കാരം ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞു ഈ സ്പാനിഷ് താരം. പക്ഷേ മറുവശത്ത് ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ ഹാരി കെയ്നോളം തന്നെ ഉയർന്നു നിൽക്കുകയാണ് ജൂഡ് ബെല്ലിംഗ്ഹാം എന്ന ഗോൾഡൻ ബോയ്. റയൽ മാഡ്രിഡിനൊപ്പം ചാമ്പ്യൻസ് ലീഗ് സ്വന്തമാക്കിയ ബെല്ലിംഗ്ഹാമിന്റെ പേരിൽ ഈ യൂറോയിൽ 2 ഗോളുകളാണുള്ളത്. മാത്രമല്ല നിർണായക മത്സരത്തിലാണ് ഈ ഗോൾ എന്നതും ശ്രദ്ധേയം. കഴിഞ്ഞ തവണ ബാലൻഡിയർ വേദിയിൽ യുവതാരത്തിനുള്ള കോപ്പ ട്രോഫി സ്വന്തമാക്കിയത് ജൂഡാണ്. ഇത്തവണ ബെല്ലിംഗ്ഹാം ലക്ഷ്യമിടുന്നത് ആദ്യ ബാലൻഡിയർ തന്നെ. അതിനായി ഈ യൂറോ കൂടി കൈക്കലാക്കണം ജൂഡിന്. ക്ലബ്ബ് ഫുട്ബോളിനെ ഇളക്കി മറിക്കുന്ന എൽ ക്ലാസിക്കോ പോലൊരു ക്ലാസിക് ഫൈനലിലാണ് ജർമ്മൻ മണ്ണ് സാക്ഷ്യം വഹിക്കാനൊരുങ്ങുന്നത്. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് മലയാളം.